ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെൻ എന്നാണ് അമേരിക്കൻ ജനത അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം ബഹുമുഖ പ്രതിഭയായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഫിലദൽഫിയ എന്ന അമേരിക്കയിലുള്ള ഫിലദൽഫിയ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. പക്ഷെ അവിടെ വെളിച്ചമില്ലാത്ത, ലൈറ്റുകൾ ഇല്ലാത്ത ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമമായിരുന്നു ഈ ഫിലദൽഫിയ എന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ആ റോഡിലൂടെ പോകുന്നവർ, വലിയ കുണ്ടും കുഴിയുമുള്ളതായ റോഡിൽ പലരും അപകടത്തിൽപ്പെടുകയും രാത്രികാലങ്ങളിൽ പോകുന്നവർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വീട് വഴിയോരത്ത് തന്നെയായിരുന്നു. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. തൻ്റെ വീടിൻ്റെ മുന്നിൽ അന്ന് പഴയ കാലത്ത് ഒരു റാന്തൽ വിളക്ക് തൂക്കിയിട്ടു. അപ്പോൾ ആ ഭാഗം മുഴുവൻ പ്രകാശപൂരിതമായി. അത്രയും ഭാഗത്തുള്ള കുഴികളും കിടങ്ങുകളും അങ്ങനെ അപകടകരമായ കാര്യങ്ങളെല്ലാം ജനം കാണാനിടയായത് മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനിടയായി. അത് ഒരു നല്ല കാര്യമായി ആ നാട്ടിലുള്ളവർക്ക് തോന്നിയത് കൊണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ളവരും അങ്ങനെ റാന്തൽ വിളക്കിട്ടു. എന്തു പറയണ്ടു, ആ ഫിലദൽഫിയ പട്ടണം മുഴുവൻ ഉള്ള ജനം, വഴിയരികിലുള്ള ജനം മുഴുവൻ റാന്തൽ വിളക്ക് തൂക്കിയിടുകയും ആ പട്ടണം മുഴുവൻ പ്രകാശമുള്ളതായി തീരുകയും ചെയ്തു. ഇരുട്ട് മാറി. ഇരുട്ട് മാറണമെങ്കിൽ പ്രകാശം വരണം. സ്തോത്രം. ഇരുട്ട് മാറുക. ഇരുട്ടിനെ ശപിച്ചാൽ ഇരുട്ട് മാറുകയില്ല. ഇരുട്ടിനോട് വഴക്കടിച്ചാൽ ഇരുട്ട് മാറുകയില്ല. ഇരുട്ടെ പോ എന്ന് കുറേ നേരം പറഞ്ഞാലും ഇരുട്ട് മാറുകയില്ല. ഇരുട്ട് മാറാൻ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇരുട്ട് മാറാൻ ഒരേ ഒരു പോംവഴി വെളിച്ചം വരിക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്നും, നമ്മുടേതായ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകണമെങ്കിൽ അവിടെ സത്യപ്രകാശമായ ക്രിസ്തു വരണം. ക്രിസ്തുവാണ് വെളിച്ചം. ഇന്ന് മനുഷ്യർ അസ്വസ്ഥതയിൽ കഴിയുന്നു. കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ പുകയുന്നു. എന്തിന്? രാജ്യങ്ങൾ തമ്മിൽ അസ്വസ്ഥതകളും ഭിന്നതകളും പുകഞ്ഞ് മഴയ്ക്ക് മുമ്പ് കാർമേഘം ഇരുണ്ടുകൂടുന്ന പോലെ ലോകരാജ്യ നേതാക്കൾ കോപത്തിലും ഭിന്നതയിലും തമ്മിലുള്ള വിദ്വേഷത്തിലും പുകഞ്ഞ് വലിയ വലിയ യുദ്ധക്കെടുതികൾ വരുവാൻ രാജ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു. അവിടെ യുദ്ധങ്ങൾ, വർഷങ്ങളായി നടക്കുന്ന യുദ്ധങ്ങൾ നമുക്കറിയാം. ഞാൻ വിശദീകരിക്കണ്ട. ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, അവിടെ റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, അങ്ങനെ ലോകം പുകഞ്ഞു കഴിയുന്നു. ലോകം അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന് മധ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണമോ, നിങ്ങൾക്ക് സന്തോഷം വേണമോ? ലോകം പുകയട്ടെ. പക്ഷെ മകനെ, നിനക്ക് സമാധാനമായി ജീവിക്കാം. ലോക രാജ്യ നേതാക്കൾ തമ്മിൽ വഴക്കടിച്ചുകൊള്ളട്ടെ. മോനെ, നിന്റെ കുടുംബത്തിൽ നീ എന്തിനു വഴക്കടിക്കണം? നിനക്ക് സ്വൈര്യമായി ജീവിച്ചുകൂടെ? സമാധാനമായി ജീവിച്ചുകൂടെ? ഒരു കൊച്ചായുസ് യേശുവിന് വേണ്ടി ജീവിച്ചുകൂടെ? എന്ത് വേണം മകനെ? നിന്റെ ജീവിതം പ്രകാശമുള്ളതായി തീരണമെങ്കിൽ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വരണം. ക്രിസ്തുവിന് പകരമായി എന്തെല്ലാം വന്നാലും ജീവിതം പ്രകാശിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുള് മാറണമെങ്കിൽ വെളിച്ചം വരണമെന്ന് പറയുന്നത് പോലെ മനുഷ്യ ജീവിതത്തിലുള്ള അന്ധകാരത്തെ ചുറ്റുപറ്റിയുള്ള സ്വഭാവങ്ങളും മാറണമെങ്കിൽ സത്യപ്രകാശമാവുന്ന ക്രിസ്തു വരണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു റാന്തൽ വിളക്ക് തൂക്കിയിട്ടപ്പോൾ അത്രയും ഭാഗത്തുള്ള ഇരുട്ട് ഓടിപ്പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകാശം പരത്തുന്നവരാകാം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഒരു ചെറിയ വെളിച്ചം പരത്തുക, അതല്ലേ നല്ലത്? ഇരുട്ടിനെ ശപിച്ചിട്ടോ നാട് മുഴുവൻ ദോഷമാണെന്നോ മറ്റുള്ളവരെല്ലാം പാപികളാണെന്നോ മറ്റുള്ളവരെല്ലാം ദോഷമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
യൗവനക്കാർ നാശത്തിലേക്ക് പോകുന്നെന്നോ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അനേകർ പോകുന്നെന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ പരസ്പരം നാട്ടുവർത്താനം പറയുമ്പോഴോ, അല്ല യാത്ര ചെയ്യുമ്പോഴോ, കുടുംബത്തിലിരുന്ന് വർത്താനം പറയുമ്പോഴോ, നാടിനെക്കുറിച്ചോ നാട്ടുകാരെക്കുറിച്ചോ കുറെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പ്രിയരെ. നാം ഓരോരുത്തരും വെളിച്ചമായി തീരുക. സമ്മതമുണ്ടോ? മറ്റൊന്നും ചെയ്യണ്ട. നാം വെളിച്ചമായി തീരാൻ നമുക്ക് ഒരു നഷ്ടവുമില്ല. യേശുവിനെ സ്വീകരിച്ചാൽ മതി. യേശു ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരും, സമാധാനം വരും, നമ്മുടെ ജീവിതം പുഷ്പിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെയും പ്രകാശിപ്പിക്കാനിടയാകും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം, സ്തോത്രം, 1-ാമത്തെ അധ്യായം 78-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരുണിയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അതൊരു ശക്തമായ ദൈവിക സന്ദേശമാണത്. എന്താണ് നാം വായിച്ചത്? ഇരുളിലും മരണനിഴലിൽ ഇരിക്കുന്നവർക്കും പ്രകാശിച്ചു. ഇരുൾ, മരണത്തിന്റെ നിഴൽ, അതും അന്ധകാരത്തിന്റെ ഇരുളാണ്, കുരുട്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അങ്ങനെ ഒരു സാധ്യതയില്ലാതിരുന്ന ജനത്തിന്റെ മധ്യത്തിൽ സത്യപ്രകാശം വന്ന് ഉദിച്ചു എന്ന്. ഇരുളിലും മരണനിഴലിലിരിക്കുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരുണിയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ഉദയം അത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിക്കുമ്പോൾ നമുക്ക് സ്വർഗീയ സമാധാനം ലഭിക്കുന്നു. എങ്ങനെയാണ് ടെൻഷൻ മാറുന്നത്? എങ്ങനെയാണ് സങ്കടങ്ങൾ മാറുന്നത്? എങ്ങനെയാണ് ആകുലങ്ങൾ മാറുന്നത്? എങ്ങനെയാണ് നിരാശകൾ മാറുന്നത്? എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് ഭാരങ്ങൾ മാറുന്നത്? ഉണ്ട് പ്രിയരെ, മാർഗമുണ്ട്, വഴിയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷെ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളെപ്പോലെയായിരിക്കും മറ്റുള്ളവരെന്ന്, നിങ്ങളെപ്പോലെയായിരിക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെന്ന്. മകനെ, നീ ടെൻഷൻ അടിച്ച് നിന്റെ ജീവിതം കളയുന്നു. മകളെ, ആകുലപ്പെട്ടും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും നിന്റെ ജീവിതം നീ നിരാശയിൽ ഒഴുക്കിക്കളയുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ കഴിയുന്നവരല്ല. അതേ, ക്രിസ്തു ഉള്ളവർ സന്തോഷമുള്ളവരാണ്, ക്രിസ്തു ഉള്ളവർ സമാധാനമുള്ളവരാണ്. വാസ്തവമായി ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ ഈ സമാധാനം കൊണ്ട് നിറഞ്ഞൊരു ജീവിതം അനുഭവിക്കുന്നവരാണ്. അതിന് മറ്റൊന്നും മുഖാന്തരങ്ങളല്ല, പണം മുഖാന്തരമല്ല. എത്ര പണമുണ്ടെങ്കിലും സമാധാനം കിട്ടണമെന്നില്ല. അതിന് ആരോഗ്യം ഒരു വഴിയല്ല. എത്ര ആരോഗ്യമുണ്ടെങ്കിലും നമുക്ക് സമാധാനം കിട്ടണമെന്നില്ല. എന്നാൽ ആരോഗ്യമില്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ഇല്ലെങ്കിലും അതിന്റെ മധ്യത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ വെളിച്ചം ഉദിക്കും. ആ ആർദ്രകരുണിയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, ഉയരത്തിൽ നിന്നും ഉദയം നിങ്ങളെ സന്ദർശിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മകളെ, നിന്റെ അന്ധകാരമുള്ള ഹൃദയത്തിൽ, നിരാശയുള്ള ഹൃദയത്തിൽ, മരിച്ചാൽ മതി എന്നോർത്ത് തളർന്നും വാടിയും ഇരിക്കുന്നതിന്റെ ഹൃദയത്തിൽ ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്തകൾ അത് സ്വപ്നത്തിലും ജീവിതത്തിലും അതിങ്ങനെ ജീവിതത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. മരിച്ചാൽ മതി എന്നുള്ള ചിന്ത അത് ഇരുളാണ്, അത് ദുഷ്ടനായ പിശാച് തരുന്ന ചിന്തയാണ്. എന്നാൽ ജീവിക്കാൻ കൊതി തരുന്നതും ജീവിക്കാൻ ആഗ്രഹം തരുന്നതുമാണ് ക്രിസ്തുവിന്റെ വചനം. ഈ പ്രകാശം ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് മരിക്കേണ്ട, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, അല്ല ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാൻ കഴിയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ മനസ്സേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന്. എന്തൊരു മനോഹരമാണ് ആ വാക്യം. ഒരു മനുഷ്യൻ തൻ്റെ മനസ്സിനോട് പറയുകയാണ്, ഹൃദയമേ, മനസ്സേ, നീ ഉള്ളിൽ വിചാരപ്പെട്ട് ഞരങ്ങുന്നത് എന്ത്? നീ ഇങ്ങനെ വിചാരപ്പെട്ടില്ലേ? നീ ഇങ്ങനെ ഞരങ്ങല്ലേ? നീ ഇങ്ങനെ നിരാശപ്പെട്ടു പോകല്ലേ? നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ക്രിസ്തു പ്രകാശമാണ്, പ്രകാശത്തിന്റെ ഉടയവനാണ്, പ്രകാശത്തിന്റെ അധിപതിയാണ്. അതേ പ്രിയരെ, ഈ ഉദയം ഉയരത്തിൽ നിന്ന് സന്ദർശിക്കുവാനായി, നീതി സൂര്യനാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഉദിക്കുവാനായി ആകാംക്ഷയോടെ താല്പര്യത്തോടെ വന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ പുറത്തു വന്ന് മുട്ടുകയാണ്. ഹീ ഈസ് നോക്കിംഗ് ഇൻ ദ ഡോർ. ഈ ഡോർ ഒന്ന് തുറക്കാമോ? നാഥ, എൻ്റെ അന്ധകാരം പിടിച്ച എൻ്റെ ഹൃദയം ഞാനിത് അങ്ങേക്ക് വേണ്ടി തുറക്കുന്നു. അങ്ങ് സത്യപ്രകാശമായി എൻ്റെ ഹൃദയത്തിൽ വരണം, എൻ്റെ ജീവിതത്തിൽ വരണം, എൻ്റെ ജീവിത പന്ഥാവിൽ വരണം. ഞാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ,
എല്ലാ മേഖലകളിൽ ഞാൻ തനിച്ചു പാർക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെല്ലാം ഞാൻ ജീവിക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം കർത്താവേ, സ്വർഗത്തിന്റെ പ്രകാശം പരത്തുന്ന ആ വെള്ളി നക്ഷത്രമായി അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് ഉദിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയരെ, യേശു നിങ്ങളുടെ ഉള്ളിലും വരും. യേശുവിന് തരഭേദമില്ല, യേശുവിന് വ്യത്യാസമില്ല. മോനെ, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും തിന്മകളും പാപങ്ങളും അകൃത്യങ്ങളും വന്നതായിരിക്കാം. സാരമില്ല, യേശുവിന് വേണ്ടി കൊടുക്കൂ, നിന്റെ ജീവിതം പ്രകാശമുള്ളതാകും. മകളെ, നിന്നെ ലഭിച്ച പ്രകാശത്തിലൂടെ നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നിന്നെ വിവാഹം കഴിച്ചുവിട്ട ഭവനത്തിൽ അവിടെ പ്രകാശം പരത്തുന്നവളായി, നിനക്കും അന്ധകാരം മാറ്റുന്നവളായി നിനക്കും നിൽക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എല്ലാവരും മേൽ നിന്ന് ഇരുൾ മാറട്ടെ, അന്ധകാരത്തിൻ്റെ ശക്തികൾ മാറട്ടെ. ഉയരത്തിൽ ഉദയം വന്ന് ഉദിക്കുന്ന ആ സൗഭാഗ്യം ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും സംശയങ്ങളോ ആത്മീയമായ ഏതെങ്കിലും ഗൈഡൻസോ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് സഹായിക്കാം. സ്തോത്രം. അല്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മുഴങ്കാൽ മടക്കി എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് പാപത്തോട് യാത്ര പറഞ്ഞ് നിങ്ങൾ യേശുവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് മറുപടി തരും. അങ്ങനെ യേശുവിനെ നിങ്ങളുടെ സ്വന്തമായി നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ക്രിസ്തു നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അനുഭവിക്കുക. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുക. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.